പേര് ഡിൻസ്. ഞങ്ങൾ വരുന്നത് അങ്കമാലിക്കടുത്ത് കാലടിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ ഫാബിയോ ജേക്ക് ഡിൻസ്. ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലയളവിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ്, മാതാവിൽ നിന്ന് ലഭിച്ചൊരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ഇത് എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, മകൻ, പപ്പ, അമ്മ. ഞാനും എൻ്റെ ഭാര്യയും കുറച്ച് നാളായിട്ട് UK-യിലാണ്. വൈഫ് പഠിക്കാൻ പോയേക്കുന്നതാണ്. ഞാനും UK-യിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ മകൻ വീട്ടിലായിരുന്നു, പപ്പയുടെയും അമ്മയുടെയും കൂടെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 12-ാം തീയതി ഇവന് പനി പിടിച്ചിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം 17-ാം തീയതി പനി മാറിയതിന് ശേഷം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും പനിക്കുകയും ഡോക്ടറായിട്ട് വിളിച്ചപ്പോൾ പനിയുടെ മരുന്ന് കാൽപോളും മെഫ്താളും തന്നെ കൊടുക്കാൻ പറഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കൊടുത്ത് പനി മാറി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി മാറിയായിരുന്നു. പിന്നീട് വീണ്ടും 3 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഡിസംബർ 17-ാം തീയതി രാവിലെ കുട്ടി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നോക്കിയപ്പോൾ ഇവൻ്റെ ഉറക്കം കഴിഞ്ഞ് പുള്ളി എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഇവർ നോക്കുന്നത്. ഇവൻ്റെ മുഖത്ത് ചെറിയ നീർക്കോള് ചെറുതായിട്ടുണ്ടായിരുന്നു, ചെറിയ നീർക്കോളുണ്ടായിരുന്നു. പിന്നെ ആൾ നല്ല ആക്റ്റീവാണ് എപ്പോഴും. പക്ഷേ അന്ന് എഴുന്നേറ്റപ്പോൾ എല്ലാ ദിവസവും പപ്പയുടെ അടുത്തേക്ക് ഇരുന്ന് ചായ കുടിക്കും, പപ്പയുടെ തൊട്ടടുത്തേക്ക് ഇരുന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു പുള്ളി. അന്ന് എഴുന്നേറ്റപ്പോൾ ഇച്ചിരി തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. തലേ ദിവസം ഞാൻ ആളെ കണ്ടായിരുന്നു, വീഡിയോ കോളിൽ കണ്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പുള്ളി നല്ല പുറത്ത് പനി മാറിന് ശേഷം പുറത്ത് നല്ല കളിയും ചിരിയും ആക്റ്റീവൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് രാവിലെ, ശനിയാഴ്ച രാവിലെ എന്തോ ഡൗട്ട് തോന്നിയപ്പോൾ പപ്പയും അമ്മയും അപ്പോൾ തന്നെ അവർ ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ കാഷ്വാലിറ്റി ചെന്നപ്പോഴേക്കും അവൻ്റെ മുഖത്ത് പോയപ്പോൾ ചെറിയ നീരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും നീര് കുറച്ചുകൂടി കൂടിയായിരുന്നു. പിന്നെ ചെല്ലുന്തോറും ഓരോ മിനിറ്റ് കഴിയുന്തോറും ഇവൻ്റെ ആക്റ്റീവ്നെസ് കുറഞ്ഞു വരാണ്. അപ്പോൾ അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു. റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. നമ്മളൊരു 1-2 മണിക്കൂർ കാഷ്വാലിറ്റി വെയിറ്റ് ചെയ്തായിരുന്നു. അവിടെ കാഷ്വാലിറ്റി കിടക്കുന്ന ഓരോ സമയവും ഇവൻ്റെ കുറച്ച് ഡള്ളായിക്കൊണ്ടിരിക്കുമായിരുന്നു കുട്ടി. റിസൾട്ട് വന്നപ്പോഴേക്കും എല്ലാവരും വണ്ടടിച്ചു. കാരണം ഒരു സാധാരണ ഇവൻ്റെ ഈ പ്രായത്തിലുള്ള കുട്ടിയുടെ കൗണ്ട്, ബ്ലഡിലുള്ള കൗണ്ട്, CRP കൗണ്ട്, ബ്ലഡിൻ്റെ ഇൻഫെക്ഷൻ്റെ കൗണ്ട് 0 തുടങ്ങി 5 വരെയാണ് നോർമൽ റേഞ്ച്. പക്ഷേ എൻ്റെ മകൻ്റെ കൗണ്ട് റിസൾട്ട് വന്നപ്പോൾ 303 ആയിരുന്നു ഇവൻ്റെ കൗണ്ടിൻ്റെ ലെവല്. കാഷ്വാലിറ്റിന്ന് റിപ്പോർട്ട് വന്നപ്പോഴേക്കും ഇവൻ്റെ നില ആകെ വീണ്ടും ഡള്ളായിരുന്നു. അപ്പോഴേക്കും ഡോക്ടേഴ്സ് വന്നായിരുന്നു. ഈ കൗണ്ട് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കൗണ്ടും കുറവ്. എൻ്റെ കൗണ്ട് കൂടുതലായിരുന്നു, കൂടുതലാവേണ്ട കൗണ്ട് കുറവായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്ന ഒരു ലെവൽ ഞാൻ ജസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പാരൻസ് വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ റെസ്പോണ്ടൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ ഇതിനെ ഡോക്ടേഴ്സ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. രാജീവ് തന്നെ ഡോക്ടേഴ്സ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പനിയൊന്നും ഉണ്ടായില്ല. ഇവിടുന്ന് പോയപ്പോഴോ കാഷ്വാലിറ്റി ചെന്നപ്പോഴോ ഒന്നും പനി ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ BP കുറയാൻ തുടങ്ങി. 40 ആയി ഇവൻ്റെ BP. ഡോക്ടേഴ്സ് മരുന്ന് കൊടുത്തിട്ടും BP കയറുന്നില്ലായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഹാർട്ട് റേറ്റ്, അപ്പോൾ ഇവൻ്റെ ഡോക്ടേഴ്സ് ഈ ഒരു ഡിസീസ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു മെഡിക്കൽ ടേംസ് അനുസരിച്ച് സെപ്സിസ് അല്ലെങ്കിൽ സെപ്റ്റിക് ഷോക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് സെപ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഓർഗൻസ് ഡിസ്ഫങ്ഷൻ. ഇവൻ്റെ ഓർഗൻസ് എല്ലാം ഫങ്ഷൻ ചെയ്യാത്തൊരു അവസ്ഥയാവും. പിന്നെ സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇത്ര ഹൈ ടെമ്പറേച്ചറും ലോ BP 40 ആയിരുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ നോർമൽ BP 90 ആണെന്നാണ് ഡോക്ടേഴ്സ് നമ്മോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, പക്ഷേ എന്തുകൊണ്ടാണ് എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാൻ ഡോക്ടേഴ്സിന് ടെസ്റ്റിലൊന്നും ഒരു വൈറസോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പോലും അവർ വണ്ടടിച്ച് അവർക്ക് ഡൗട്ടായിരുന്നു. കാരണം എന്ത് കൊടുത്താണ് ഇവൻ്റെ കൗണ്ട് കുറയ്ക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ബ്ലഡ് ഫുൾ ഇൻഫെക്റ്റഡായി ഓർഗൻസ് എല്ലാം ഫങ്ഷൻ പോവും. ആ ഒരു ലെവലൊക്കെ ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിന് പോലും അറിയില്ല എന്താ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞാനും വൈഫും ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. പപ്പയും അമ്മയും മാത്രമാണ് ഉണ്ടായത്. പിന്നെ വൈഫിൻ്റെ ഫാദറും മമ്മിയും വന്നായിരുന്നു. അപ്പോഴേക്കും പിന്നെ കസിൻസ് എല്ലാം ഹോസ്പിറ്റലിലേക്ക് എത്തിയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് എന്താണെന്ന് നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് സ്റ്റേജ്, ഡോക്ടേഴ്സ് പറഞ്ഞു ഗോയിങ് ടു ഡെത്ത് സ്റ്റേജ് എന്നാണ് പറഞ്ഞായിരുന്നത് ഡോക്ടേഴ്സ് ഇവർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചേച്ചി UK-യിലുണ്ട്. ഡോക്ടർ ചേച്ചിയായിട്ട് സംസാരിച്ചാണ്, പീഡിയാട്രീഷ്യൻ അവിടെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഇവൻ്റെ ഒരു നില ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയായിരുന്നു. 90% ആൾ ഗോയിങ് ടു ഡെത്ത് സ്റ്റേജ്, ആ ഒരു സ്റ്റേജിലായിരുന്നു ഇന്നിപ്പോൾ കാണുന്ന ഞങ്ങളുടെ കുട്ടി അന്ന്. അപ്പോൾ തന്നെ വെന്റിലേറ്ററിൽ മാറ്റിയായിരുന്നു. വെന്റിലേറ്ററിൽ മാറ്റിയപ്പോഴും മരുന്ന് കൊടുത്തിട്ട് ഇവൻ്റെ BP കൂടുന്നില്ല. അവിടെ ചെന്നപ്പോഴേക്കും ഇവന് പനി വന്നായിരുന്നു.
104 ഡിഗ്രി പനിയായി വെന്റിലേറ്റർ കിടക്കുമ്പോൾ. പിന്നെ ഇവൻ്റെ ഹാർട്ട് റേറ്റ് അപ്പോൾ നോക്കുമ്പോൾ 193 ഹാർട്ട് റേറ്റ്. ഒരു 70 to 110, 110 വരെയാണ് ഒരു കുട്ടിയുടെ ഹാർട്ട് റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയും ഹാർട്ട് റേറ്റ് വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് ഇല്ലാണ്ടാകുമ്പോഴാണ് ഹാർട്ടിന് ഇത്ര റേറ്റ് വരുന്നത്. അപ്പോൾ കുട്ടിയുടെ കിഡ്നി മറ്റുള്ള ഓർഗൻസൊക്കെ ഫെയിലർ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒന്നും പറ്റില്ല. ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് ഇനി മെഡിക്കൽ ഇതിനനുസരിച്ച് നമുക്ക് മരുന്ന് എന്താ കൊടുക്കേണ്ടതെന്ന് പോലെ അറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മിസ്ക്, അതായത് കോവിഡ്, പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ കോവിഡ് വന്നായിരുന്നു. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം മിസ്ക് എന്ന് പറഞ്ഞ ഒരു രോഗമായിരിക്കാം വരാൻ ചാൻസ് ഉണ്ട്, അതായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ തന്നെ ജാപ്പനീസ് ഡോക്ടർ ജാപ്പനിൽ കണ്ടുപിടുത്തൊരു രോഗമായിരുന്നു കാവസക്കി. ഈ ഒരു 2 രോഗമായിരിക്കാം, ബട്ട് നോട്ട് ഷുവർ. ഡോക്ടർ ബിപിൻ ജോസിൻ്റെ ടീമിൽ ആ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഡോക്ടർ. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഡോക്ടർ നമുക്കൊരു മരുന്ന് കൊടുത്ത് നോക്കാം എന്നുള്ളൊരു ചാൻസിനാണ് ഡോക്ടർ പറഞ്ഞത്. അത് എങ്ങനെ ഇവൻ്റെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നോ ചെയ്യാതിരിക്കാം, അതിന് ചാൻസസ് ഉണ്ട്. ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ഇവൻ്റെ ഒരു കാര്യത്തിൽ നമുക്കിങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്കൂടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. 50-50 ചാൻസ് ആയിരുന്നു ആ ഒരു ആൻറ്റിബയോട്ടിക് പിന്നെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഓൾമോസ്റ്റ് പനി വന്നായിരുന്നു. 104 ഡിഗ്രി പനിയാണ് വെന്റിലേറ്റർ കൂട്ടി കിടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പനി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ പനിക്കുമ്പോൾ അത് ന്യൂമോണിയ ആവാൻ ചാൻസ് ഉണ്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നമുക്കിനി പ്രാർത്ഥന മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ ഞങ്ങളില്ലാത്തതുകൊണ്ട് അമ്മയും പപ്പയായിരുന്നു ഡോക്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിനോട് അമ്മ പറഞ്ഞു നമ്മൾ കൊച്ചിനെ തിരിച്ച് തന്നെ അമ്മ ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആൻറ്റി ഞങ്ങളുടെ കയ്യിലല്ല, ദൈവത്തിനോട് ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ ഇവിടെ കൃപാസനത്തിൽ ഞങ്ങൾ ഫാമിലിക്കായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഒരു ക്യാഷ് രൂപം കിട്ടിയായിരുന്നു. അമ്മ അന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ അന്ന് ആ സമയത്ത് തുടങ്ങി അമ്മ ഈ കാണുന്ന കാശ് രൂപം എൻ്റെ മകൻ്റെ വെന്റിലേറ്റർ കിടക്കുമ്പോൾ അവൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാറുന്നു. അമ്മയും പപ്പയും എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥനയായിരുന്നു. ആ സമയത്ത് എൻ്റെ മൂത്ത ചേച്ചി അയർലൻഡിലാണ്. ചേച്ചിയും അവിടുന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാറുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചേച്ചി അയർലൻഡിലാണ്, UK അവിടെയുള്ള ജീസസ് യൂത്തിൻ്റെ എല്ലാവരും ഓരോ ചെയിൻ റോസറി ആയിരുന്നു. അതായത് മാതാവിനോട് ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ കൊന്ത ചൊല്ലി ഓരോരുത്തരും ഇങ്ങനെ മാറി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാർ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പപ്പയായാലും അമ്മയായാലും കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാറി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്കൂടെ എത്താൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് എനിക്ക് വൈഫിനോട് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം വൈഫിന് പോലും അറിയില്ലായിരുന്നു എൻ്റെ മകൻ ICUലാണെന്നും വെന്റിലേറ്ററിലാണെന്നുള്ള കാര്യം. വൈഫ് അന്ന് ജോലിക്ക് പോയേക്കുമായിരുന്നു. അവിടെ ലണ്ടനിൽ ആമസോണിൽ വൈഫ് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് നിർത്തിപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവളൊരു ക്യാബ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വന്നായിരുന്നു. വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് ചെയ്ത ക്യാബ് വഴി വന്നത് ഒരു മലയാളി ഡ്രൈവറായിരുന്നു നമുക്ക് ആ ക്യാബ് ഓടിച്ചേർന്നത്. അപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഇത്ര സിറ്റുവേഷൻ സീരിയസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. വൈഫ് വീട്ടിൽ റൂമിലെത്തിയതിന് ശേഷം വൈഫ് റൂമിലേക്ക് പോയതിന് ശേഷം ഞാനാണ് ആ ഡ്രൈവറോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം, ഇങ്ങനെ ഇത്ര ക്രിട്ടിക്കലാണ് കൊച്ചിനെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ ഞാനും എൻ്റെ UK അളിയനൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുക്കാണ്ട് നോക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഡ്രൈവർ ഈ പറഞ്ഞ ജിജോ എന്ന ചേട്ടൻ്റെ പേര്, ആ ചേട്ടൻ്റെ കെയർ ഓഫിലുള്ള ട്രിവാൻഡ്രത്തുള്ള ഒരു ഏജൻസിയിലേക്ക് ആൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ടിക്കറ്റിന് 2 ലക്ഷം രൂപ എടുത്ത് ഒരാൾക്ക് ടിക്കറ്റിന് വന്നായിരുന്നു. ഞങ്ങൾക്ക് 1 രൂപ പോലും ആ ചേട്ടൻ ഞങ്ങൾ നിന്നായിരുന്നു. അപ്പോൾ മേടിച്ചില്ല ഒരു ടിക്കറ്റിന് 2 ടിക്കറ്റിനും ഏകദേശം 4 ലക്ഷം രൂപ എക്സ്പെൻസ് വന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് 1 രൂപ പോലും ആ ചേട്ടൻ ഇതുമാതിരി നല്ലൊരു മാതാവിൻ്റെ അടുത്ത് നല്ലൊരു വിശ്വാസിയായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് നാട്ടിൽ വന്നതിന് സാവകാശം സെറ്റിൽ ചെയ്താന്ന് പറഞ്ഞ് 1 രൂപ പോലും മേടിക്കാണ്ട് ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് 280 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് 1 മണിക്കൂറിന് അപ്പുറത്തേക്ക് ഒരു എയർപോർട്ട് ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. ഏകദേശം ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് 280 കിലോമീറ്റർ അപ്പുറം മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അവിടെ ആ ചേട്ടൻ 3 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് എത്തണം. കാരണം ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോഴാണ് അവിടുത്തെ സമയം, ലണ്ടൻ ടൈം 4 മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത്. അവിടെ ഫ്ലൈറ്റ് വരുന്നത് 8 മണിക്കാണ്. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും ചെക്കിങ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ ചേട്ടൻ 3 മണിക്കൂറും കൊണ്ട് 280 കിലോമീറ്റർ ആ ചേട്ടൻ ഞങ്ങൾ ഓടിച്ചെത്തിച്ചു. ഞങ്ങൾ അവിടെ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം
ഏകദേശം 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് നാട്ടിലെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് നേരെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ വെന്റിലേറ്ററിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബോഡി, ഇവൻ്റെ ബോഡി ഫുള്ളിങ്ങനെ വീർത്ത് മുഖമൊക്കെ ഭയങ്കര വേറൊരു ലെവൽ പോലെ ആയിരുന്നു. കുട്ടി ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ച രൂപം അവൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെച്ച് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ കൊന്ത എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കൊന്തയിലെ കാഴ്ച രൂപം ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് നിന്ന് പ്രാർത്ഥിച്ചു. ആ സെയിം സമയത്ത് തന്നെ മുടങ്ങാണ്ട് പപ്പയും അമ്മയും ഞങ്ങളെല്ലാവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഞാനും ഫ്ലൈറ്റിലിരുന്ന് അപ്പോഴൊന്നും വൈഫിന് ഇവിടെ എത്തണ വരെ, ഹോസ്പിറ്റലിൽ എത്തണ വരെ എത്ര ക്രിട്ടിക്കലാണെന്നൊന്നും വൈഫിന് അറിയില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്മൂത്തായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിനെ പ്രാർത്ഥിച്ചു ഒരുപാട് എല്ലാവരും കൃപാസനത്തിൽ ഒരുപാട് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയറും പിന്നെ ഒരുപാട് പേര് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കേൾക്കുന്നവരൊക്കെയും മാതാവിനോടും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് കുട്ടീന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട പോലെ തിരിച്ചെത്തിയത്. അപ്പോൾ ഡോക്ടേഴ്സ് ഈ സമയത്ത് പറഞ്ഞായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് തിരിച്ചു വരാൻ പറ്റുള്ള ഡോക്ടർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ കൊടുത്ത ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തായിരുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കണേക്കാളും മുന്നേ പപ്പയുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്കൊരു ഉറപ്പില്ല, ഇത് ശരിയായ രീതിയിൽ ബോഡിയുമായി റിയാക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു 48 hours കഴിഞ്ഞിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ 48 മണിക്കൂറിന് ശേഷം ഈ 303 ലെവലെത്തി CRP കൗണ്ട് 67 എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനും ഹോപ്പായി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് അവരുടെ കഴിവുകൊണ്ടൊന്നല്ല, ഇത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇത്രയ്ക്കും ഈ ഒരു കുട്ടി 48 മണിക്കൂറിൻ്റെ കൗണ്ട് കുറഞ്ഞതെന്ന് ഡോക്ടർമാർ, ഈ ബിബിൻ ജോസ് ഡോക്ടറിൻ്റെ ടീമിലും ആ ഡോക്ടറും എല്ലാവരും പറഞ്ഞായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് 1 year ഇങ്ങനത്തെ ഒരു കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും മോശമായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ യൂറിൻ പോകുന്നില്ല, അപ്പോൾ കിഡ്നി ഫെയിലർ ആവാൻ ചാൻസ് ഉണ്ട്, പിന്നെ ബ്രെയിനിന് ജസ്റ്റ് ഇങ്ങനെ ഒന്നും തിരിച്ചറിയുന്നില്ല. വെന്റിലേറ്റർ കഴിക്കുമ്പോഴൊക്കെ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പിന്നെ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും കുഴപ്പമൊക്കെ വരാൻ 90% ചാൻസ് ഉണ്ട്, പിന്നെ കുട്ടീനെ തന്നെ തിരിച്ച് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അത്രയ്ക്കും ഡോക്ടർമാർ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഗോയിങ് ടു ഡെത്ത് സ്റ്റേജ്, അതായത് ഞങ്ങളെ മകൻ മരിക്കാറായ സിറ്റുവേഷനിൽ നിന്നാണ് തിരിച്ചു വന്നത്. അതായത് കറക്റ്റ് 22-ാം തീയതിയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നവനെ. അപ്പോൾ മരണക്കിടക്കയിൽ നിന്നാണ് പുള്ളി ദൈവം സഹായിച്ചും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടൊക്കെയും അവന് തിരിച്ചു കിട്ടിയത്. അതിനുശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതിന് ശേഷം അവൻ അടുത്ത ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവൻ്റെ ഹാർട്ടിൻ്റെ പുറത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിന് പിന്നെ വീണ്ടും ഡൗട്ട് വന്നിരുന്നു, ഇത് വീണ്ടും ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, വീണ്ടും ന്യൂമോണിയ ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അത് നമുക്കെടുത്ത് കൾച്ചർ ചെയ്താൽ മാത്രമാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും വെന്റിലേറ്ററിൽ മാറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചില പ്രതീക്ഷ ആയിരുന്നു. പക്ഷേ എന്നിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും നമുക്ക് ഇനിയും ഇവൻ്റെ ഒന്നും പറയാറായിട്ടില്ല, കാരണം ബോഡിയിൽ ഇപ്പോഴും ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതെന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും വീണ്ടും പ്രാർത്ഥന മുടങ്ങാണ്ട് വീണ്ടും തുടർന്ന് തന്നെ പ്രാർത്ഥിച്ചു. പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാനും ചെല്ലി പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ വെന്റിലേറ്റർ കിടക്കുമ്പോൾ അമ്മ എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിൽ തൈലം തന്നായിരുന്നു, അത് വൈഫിൻ്റെ വിശ്വാസപ്രമാണം ചൊല്ലിട്ട് ഇവൻ്റെ നെറ്റിത്ത് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ശക്തി കൊണ്ടും ആ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ, അതായത് ഇവൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ടാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ചെസ്റ്റിൽ നിന്ന് കുത്തിയെടുത്ത് ആ ഒരു ഫ്ലൂയിഡ് കുത്തിയെടുക്കുകയാണ് ചെസ്റ്റിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ടെസ്റ്റിന് വിട്ടു കഴിഞ്ഞപ്പോൾ അതും നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ICUന്ന് ഡിസ്ചാർജ് ആവാത്തക്ക രീതിയിൽ പുള്ളി എത്തി. അപ്പോൾ ഡോക്ടർ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു ഇതൊരു മിറാക്കിളാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊരു മിറാക്കിളാണ്, ഇത്രയും ക്രിട്ടിക്കലായ കുട്ടി ഇത്രയും പെട്ടെന്ന് റെഡി ടു ഷിഫ്റ്റ് ഹോം, വീട്ടിലേക്ക് പോകാത്തക്ക രീതിയിൽ മാറിയെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു അത്ഭുതം തന്നെയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ, അതായത് ഡിസംബർ 24-ാം തീയതി ഡോക്ടർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം, അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടേയും ഇപ്പോൾ ICUന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടേയും റൂമിലൊന്ന് കിടന്നിട്ട് അപ്പോൾ ICUന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്ലൂയിഡായിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാലിനൊന്നോട്ടും ബലമില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. എപ്പോഴും ഞാനും വൈഫും പിന്നെ പപ്പയും അമ്മയൊക്കെ മാറി എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ക്രിട്ടിക്കലായ സ്ഥിതിക്ക്
ഒരു ദിവസം വേണമെങ്കിൽ ഒബ്സർവേഷനിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നമുക്ക് തിങ്കളാഴ്ച ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച ഡിസ്ചാർജ് ആയി പോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ICUയിൽ നിന്ന് റൂമിലേക്ക് മാറി റൂമിൽ വന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പുള്ളി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തായിരുന്നു. പിന്നെ എല്ലാവരും പഴയ മുമ്പ് എങ്ങനെയായിരുന്നു ആക്റ്റീവ് ആയിരുന്നത് അത്രയും ആ ഒരു രീതിയിലേക്ക് പുള്ളി തിരിച്ചെത്തി. അത് തിരിച്ചെത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃപാസേന്ദ്ര മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, പ്രാർത്ഥനയുടെ ശക്തിയും കൊണ്ടും. ഒരുപാട് പേര് എന്നെ അറിയാത്ത ഒരുപാട് പേര്, ഞങ്ങളറിയാത്ത ഒരുപാട് പേര്, ഞങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രമാണ് ഞങ്ങളെ കുട്ടീനെ തിരിച്ചു കിട്ടിയത്. ഞങ്ങളെല്ലാവരും ക്രിസ്മസിന് ഞങ്ങൾക്കൊരു മിറാക്കിൾ കാണിച്ച് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തണം. ഡോക്ടർമാരും പറയാണ്, ഡോക്ടേഴ്സിൻ്റെ ടീമിൽ 8 ഡോക്ടർമാരുണ്ടായിരുന്നു. ആ ICUയിലുള്ള സ്റ്റാഫുമാരും എല്ലാവരും പറഞ്ഞു ഇവൻ്റെ നില ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. ഇപ്പോൾ എല്ലാവരും റിക്കവർ ICUയിൽ നിന്ന് വെള്ളിയാട്ടിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഞാൻ പേഴ്സണലായിട്ടൊരു നേഴ്സിനോട് ചോദിച്ചായിരുന്നു എങ്ങനെയായിരുന്നു വന്നപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, ഇത്ര ക്രിട്ടിക്കലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ആ നേഴ്സും എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥയിലാണ് ഇവിടെ എത്തിയത്. ഇത് എന്തുകൊണ്ടാണ് എത്തിയെന്നുള്ളതും ഇവന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രോഗം വന്നതെന്നുള്ളതും ഇത് നമുക്ക് ഡോക്ടേഴ്സിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ ടെസ്റ്റ് ചെയ്യുന്നതിലുള്ള എല്ലാ ടെസ്റ്റിലും ഒരു വൈറസും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ ഡോക്ടേഴ്സ് വേറെ ഡൽഹിയിലേക്ക് ടെസ്റ്റിന് അയച്ചു, അതിലൊന്നും എല്ലാം നെഗറ്റീവാണ്, ടെസ്റ്റൊക്കെ നെഗറ്റീവാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുമൊക്കെ ആളിപ്പോൾ ഓക്കെ ആയി, പഴയ പോലെ ആക്റ്റീവായി. അതുപോലെ കഴിഞ്ഞ 5-ാം തീയതി ഞങ്ങൾ 2ാമത്തെ റിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റു സ്ഥലത്തേക്ക് അയച്ച ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും അന്ന് 5 ദിവസം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് ആ റിപ്പോർട്ട് കിട്ടിയത്. റിപ്പോർട്ടിലെല്ലാം നെഗറ്റീവ് ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴും അന്നും എക്കോ എടുത്തായിരുന്നു. അപ്പോൾ എക്കോയിലെല്ലാം നെഗറ്റീവാണ്, നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഹീസ് ഓക്കെ അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടറും അന്നും കണ്ടപ്പോൾ ഡോക്ടർ പറയുകയാണ് ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു മിറാക്കിളാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കൊച്ചുമോനും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. മരണത്തിൽ നിന്ന് ദൈവം രക്ഷിച്ച ഒരു വലിയൊരു സാക്ഷ്യമാണ്. ഈ കുടുംബം ഉടമ്പടിയെടുത്ത കുടുംബമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഉടമ്പടിയെടുത്ത മക്കൾക്ക് മനസ്സിലാവുന്നത്, പ്രകടമാവുന്നത് ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. ഉടമ്പടിയിൽ ലഭിക്കുന്ന വലിയൊരു കാര്യം സംരക്ഷണം എന്നുള്ളതാണ്. കുഞ്ഞ് 90% മരണത്തോളം എത്തി എന്ന് പറയുമ്പോൾ ഈ കുടുംബം ചെയ്യുന്നത് ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. യാക്കോബ് ദൈവത്തോട് ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് കല്ല് നാട്ടിയതുപോലെ ഉടമ്പടി ചെയ്യുന്ന മക്കൾക്ക് അതനുസ്മരിപ്പിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളുണ്ട്. ഈ ഒരു പ്രതിസന്ധിയുടെ മരണത്തിൻ്റെ സമയത്ത് ഈ കാശുരൂപം വെച്ചുകൊണ്ടാണ്, ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കുടുംബം പ്രാർത്ഥിക്കുന്നത്. ഡോക്ടേഴ്സ് എല്ലാം മരണത്തോളം എത്തി, എന്ത് ചെയ്യണമെന്നറിയില്ല ഒത്തിരി അവസ്ഥയിൽ നിൽക്കുന്നു. അസുഖം അറിയുമ്പോഴാണ് അതിന് മരുന്ന് നൽകുന്നത്. ഇവിടെ എന്ത് അസുഖമാണ് എന്നറിയില്ല. ആ സമയത്ത് ഈ കുടുംബം എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് മരുന്ന് ഫലിക്കുവാൻ തുടങ്ങിയതും ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങിയത്. ഈശോ ഒരു കുഞ്ഞിനെ ബാലികയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈശോയെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പുറത്തു നിന്നുള്ള എല്ലാവരും കുഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈശോ ആ കുടുംബത്തിലുള്ളവരെ മാത്രം കൂട്ടിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് പോവുകയും ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ മരണത്തോളം എത്തിയ ഈ കുഞ്ഞിനെ ഉടമ്പടിയെടുത്ത ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം കൊണ്ട് തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്ന ഒരു സാക്ഷ്യമാണ്. റോമ 19 പറയുന്നത് യേശു കർത്താവാണ് എന്ന് അധരങ്ങൾ കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഉടമ്പടി പ്രാർത്ഥന യേശു കർത്താവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥനയാണ്. കാരണം ഇവിടെ യേശു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അനുസരിക്കുന്നത്. യേശു പറയുന്ന കാര്യമനുസരിച്ചാണ് ഉടമ്പടി ചെയ്യുന്നവർ ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ അങ്ങനെ ജീവിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ ഈ വലിയ അനുഗ്രഹത്തിന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.